പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്ത് ബി.ജെ.പി ഭരിക്കും. ബി.ജെ.പിയുടെയും യു.ഡി.എഫിന്റെയും 6 അംഗങ്ങൾ വീതം വിജയിച്ച പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ബി.ജെ.പിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. വി പ്രസാദ് പ്രസിഡന്റാകും. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭരണത്തിലേറാൻ മുന്നണി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടുവാനായിട്ട് സാധിച്ചു. നിലവിൽ 6-6 എന്നുള്ള ഒരു സീറ്റ് നിലയായിരുന്നു യു.ഡി.എഫും എൻ.ഡി.എയും തമ്മിലുണ്ടായിരുന്നത്. നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണം അത് ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം എൻ.ഡി.എയുടെ കാര്യകർത്താക്കളും പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ ചേരുകയാണ്. അതിന് വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രയത്നത്തിന് ഫലമുണ്ടായിരിക്കുകയാണ്. ചേട്ടാ, ഈ നിമിഷത്തെ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹകരണമാണ് അതിനകത്ത് വിജയത്തിന് കാരണം. ഓരോ വാർഡിലും പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ച് 14 വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്തി. അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റാതെ പോയത് ഒരു വാർഡ് 7 വാർഡ് കിട്ടേണ്ടിയായിരുന്നു. 11 വോട്ടിനാണ് തോറ്റുപോയത്. ബാക്കി 6 വാർഡ് വെച്ച് നമുക്ക് കിട്ടി. കഴിഞ്ഞകാല പ്രവർത്തകരുടെയും ഇപ്പോൾ പ്രവർത്തകരുടെയും എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. അത് അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പോസ്റ്റർ ഒട്ടിച്ചത് തൊട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ആൾക്കാർ വരെയാണ് ഇന്നത്തെ പ്രവർത്തകർ. അപ്പോൾ അതിന് അവർക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് വേണ്ടി മുന്നിൽ വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രതീക്ഷകൾ? ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുടിവെള്ള പദ്ധതിയാണ്. കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഒരു പഞ്ചായത്താണ് നാരങ്ങാനം പഞ്ചായത്ത്. അത് ജലജീവ മിഷൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് ശുദ്ധജല പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോഴും ടാങ്കുകളിൽ വെള്ളം നിറയ്ക്കാനോ ഇപ്പോഴും 3 മാസമൊക്കെ ആയിട്ട് വെള്ളം കിട്ടാനുള്ളതുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിനുവേണ്ടി പ്രയത്നിക്കും. അതിനുവേണ്ടി നമ്മൾ എവിടം വരെ പോകണമെന്ന് വെച്ചാൽ അത്രയും വരെ ചെയ്യും. നമ്മളെ ചേട്ടാ എങ്ങനെയാണ്? ചേച്ചി മണ്ഡലത്തിൻ്റെ പ്രസിഡന്റാണ്. ഏറെ സന്തോഷകരമായ ഒരു ദിനമാണ് ഇന്ന്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 2 മെമ്പർമാരാണ് നാരങ്ങാനം പഞ്ചായത്തിൽ ബി.ജെ.പിയുടെ മെമ്പർമാരുണ്ടായിരുന്നത്. ഇന്നത് 6 മെമ്പർമാരിലേക്ക് എത്തി. ചേട്ടൻ പറഞ്ഞതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്ന് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുമ്പോട്ടുള്ള വളർച്ചയും കാര്യങ്ങളും എൻ.ഡി.എയുടെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നമുക്കിവിടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ കേന്ദ്ര പദ്ധതികൾ എല്ലാവർക്കും ഉപകാരപ്രദമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. എന്തായാലും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം തന്നെ ഈ പുതിയ ഭരണസാരഥ്യം അവർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണന എന്ന് നിയുക്ത പ്രസിഡന്റ് വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാരങ്ങാനം പഞ്ചായത്തിൽ ഇനി എൻ.ഡി.എയുടെ ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എയുടെ ഭരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നാരങ്ങാനം പഞ്ചായത്തിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.